ആദ്യം തന്നെ എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചുമ വന്നിട്ട് സൗണ്ട് എല്ലാം ഔട്ട് കംപ്ലീറ്റ്ലി ആണ്. ഓഡിയോ ലെയർ എനിക്ക് തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ശബ്ദം വന്നതെന്ന് പറയാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കണ്ട പടങ്ങൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൗ ടു മേക്ക് എ ലിവിങ്, ഒരു ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി ത്രില്ലറാണ്. ഈ പടം ഇറങ്ങിയ സമയത്ത് തിയേറ്റർ കാണാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ത്യയിലൊന്നും ഇതിന് തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല. പടം എന്തായാലും ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ പടം കണ്ടു. A24 സിനിമയാണ്. ജോൺ പാറ്റൻ ഫോർഡ് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗ്ലെൻ പവൽ ആണ് നായകൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിലെ നായകന്റെ അമ്മ ഒരു അതിസമ്പന്ന കുടുംബത്തിലെ എന്ന് വെച്ചാൽ ഏകദേശം $20 ബില്യൺ എങ്ങാണ്ടാണ് അവരുടെ സ്വത്ത്. ആ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ അവർക്കുണ്ടായ പ്രണയത്തെ തുടർന്ന് വീട്ടുകാർ അവരെ ഉപേക്ഷിച്ചതാണ്. സോ നായകൻ, അതായത് അവരുടെ മകനെ സാധാരണക്കാരനായിട്ടാണ് വളർത്തിയത്. പക്ഷെ വളർന്നു വലുതായപ്പോൾ അവന് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് സ്വന്തമാക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി അവൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ് എന്ന സിനിമ പറയുന്നത്. 1907 പ്രസിദ്ധീകരിച്ച ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ ക്രിമിനൽ എന്ന ബുക്കിനെ ബേസ് ചെയ്തൊരുക്കിയ ഒരു തിരക്കഥയാണ് ഈ സിനിമയ്ക്ക്. ഈ പുസ്തകത്തിന് അൺഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നും ചുരണ്ടിയ വേറെ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഫിലിംസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒഫീഷ്യൽ. അതുപോലെ ഇതേ പേരിൽ 2024 ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലറും റിലീസ് ആയിട്ടുണ്ട്. അതും ഇതുമായിട്ട് മാറിപ്പോരുത് കേട്ടോ. ഇത് 2026 സിനിമയാണ്. ഇംഗ്ലീഷ് പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വർക്കായ ഒരു പടമാണ്. ഇതിന്റെ പേരിന് തന്നെ ഒരു ഡാർക്ക് കോമഡി വൈബ് ഉണ്ട്. പടം വളരെ രസകരവുമാണ്, എൻഗേജിങ് ആണ്. ഫാസ്റ്റ് ബേസിൽ കഥ പറഞ്ഞു പോകുന്നുമുണ്ട്. പടം തുടങ്ങുന്നത് തന്നെ കഥയുടെ അവസാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ആകാംക്ഷ നിലനിർത്തി ഹുക്ഡ് ആക്കിക്കൊണ്ട് തന്നെ പടത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്ലെൻ പവലാണ് ഇതിലെ നായകൻ. ബെക്കറ്റ് റെഡ്ഫെല്ലോ എന്ന കഥാപാത്രമായിട്ട് കിടിലം പെർഫോമൻസ് തന്നെയാണ്. പുള്ളിയുടെ ആദ്യത്തെ ആ ഒരു ജോബ് വളരെ ഈസി ആയിട്ടാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ പുള്ളി ഇത് കൊള്ളാമല്ലോ എന്ന് കരുതി അടുത്ത് ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ട് ഈ ഒരു രംഗത്ത് മാറുകയാണ്. പുള്ളി അങ്ങനെ ഒരു കൂസലും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണ്. ഭയങ്കര രസമായിട്ട് കൺവിൻസിംഗ് ആയിട്ടാണ് ഈ ഒരു കഥാപാത്രത്തെ ഗ്ലെൻ പവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാർഗ്രറ്റ് ക്വാളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. കിടുവാണ്. സത്യത്തിൽ അവരാണ് ഇതിന്റെയൊക്കെ ഒരു ഐഡിയ നായകന്റെ മനസ്സിൽ അതിനുള്ള വിത്ത് പാകി കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ജസീക്ക ഹെൻവിക് ആണ് ഇതിലെ മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത്. അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ് പടത്തിലുള്ളത്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള സിനിമയാണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, കളർ ടോൺ എല്ലാം നല്ലതാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ നല്ലതാണ്. ടെക്നിക്കലി പടം നൈസ് ആണ്. ഒരു തരത്തിലുമുള്ള ഒരു ഇമോഷണൽ ഡെപ്ത് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. സാധാരണ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണെങ്കിൽ പോലും നമുക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നിയാൽ പിന്നെ അയാൾ പിടിക്കപ്പെടരുതേ, അയാൾ പല ക്രൈം ചെയ്താലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഡാർക്ക് കോമഡി സിനിമകൾക്കുള്ള ഒരു പ്രശ്നം തന്നെയാണത്. അതുപോലെ ഇത് ഡാർക്ക് കോമഡിയാണ്. അത് പ്രമേയം കൊണ്ടാണെന്ന് പറയാം. ഈ പടത്തിൽ കുറച്ച് ഷവോടക്ക് സീൻസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഡാർക്ക് കോമഡി വൈബൊക്കെ വരുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ അങ്ങനെ ഭയങ്കര കോമഡി ഒന്നും പടത്തിലില്ല. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് അത് നല്ലതാണ്. പക്ഷെ എന്തോ ഒരു മിസ്സിങ് എനിക്ക് മിക്കവർക്കും അത് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി ഫിലിമാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു പടമാണ്. താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പടം ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. പടം കാണുമെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.